ഞാനിരിക്കുന്നത് നാരായണീൻ്റെ മക്കളുടെ കൂടെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവരെല്ലാവരും അതിനു വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ചോദിച്ചു എന്താ ചോദിക്കാൻ പോയി പണി പണി ഇറങ്ങിയപ്പോൾ ഒരു നിരൂപകൻ ഈ പറയുന്ന പോലെ അതിലൊരു പർട്ടിക്കുലർ സീനിനെ മാത്രം തുടക്കത്തിലൂടെ പ്രൊഡ്യൂസർമാരെ ആസാമിൽ നിന്നായിരുന്നത്. പിന്നീട് ഇപ്പം കേൾക്കുന്നത് ചോദിച്ചാണ് ഒരുപാട് നല്ല സിനിമകളെ നിർമ്മാണത്തിലൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് നല്ല സിനിമകളെ ലിസ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണല്ലോ ചോദിച്ചത്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ആദ്യം ആസാമിൽ നിന്നുള്ള പ്രൊഡ്യൂസർ ആദ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു, പിന്നീട് ജോലിക്കാരിലേക്ക് എത്തിയതാണ്. ഒരുപാട് നല്ല കണ്ടന്റുകളെ തോളിലെത്തിയ ഒരു പ്രൊഡ്യൂസറാണ് ജോലിക്കാർ. അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കുറിച്ചുള്ള ഗുഡ്വില്ലിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് അദ്ദേഹത്തിന്? നമ്മളൊരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോരാ, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുഡ്വില്ല് പോലുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ്വില്ല് പോലെ ഇപ്പം അവരുടെ കിഷ്കിന്ത അറിയാലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ഇപ്പം രോമാഞ്ചായാലും കിഷ്കിന്തായാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബ് ചേട്ടൻ്റെ കൂടെയും ഗുഡ്വില്ലിൻ്റെ കൂടെയും ഈ പടം എത്തിയത് അവരുടെ അടുത്ത് എത്തിയതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ജോബി ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് ഇഷ്ടം വരില്ല എന്നുറപ്പുള്ള സിനിമകളിലോട്ടാണ് ഇത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ജോബിച്ചേട്ടന് ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക, എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം കിഷ്കിന്ത കാരണം എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ജോബിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും. ജോബിച്ചേട്ടൻ്റെ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്നുള്ളത്. നമ്മൾ നല്ല പടമെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്. മാം ശരി മാം, ചെയ്യുന്ന കഥാപാത്രങ്ങളായാലും ആളുകളുടെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ആ കഥാപാത്രം എത്തിക്കാൻ ഒരു കഴിവുണ്ട്. അതിപ്പോൾ ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു അംഗീകാരം തന്നെയാണ്. മാഡം ചെയ്തിട്ടുള്ള കഥാപാത്രമെല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മിന്നൽ മുരളിലെ കഥാപാത്രമായാലും ശരി, അതിനുശേഷം വന്ന ഭാരത സർക്കാരിലെ ഉൽപ്പന്നം അതിലെ കഥാപാത്രം നല്ല നല്ല റെസ്പോൺസുകൾ വന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും നല്ല കഥാപാത്രങ്ങൾ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇനി സെറ്റ് കഥാപാത്രങ്ങളൊക്കെ വരുമെന്നുള്ളത്. ശരിക്കും മലയാളത്തിൽ നിന്ന് അങ്ങനെ ഓഫേഴ്സ് ഉണ്ടാകുന്നത് നാരായണിയുടെ 3 മക്കളുടെ കഥാപാത്രം എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും? അത് പ്രേക്ഷകർ തന്നെ കണ്ടിട്ട് പറയണം എത്രത്തോളം എത്തും എന്നുള്ളത്. നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു കഥാപാത്രം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 100% സിൻസിയറിറ്റിയോട് കൂടി അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ, ജീവൻ കൊടുക്കുകയാണ്. അപ്പം അത് അതിൻ്റെ 100% കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് നിങ്ങളത് എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്സായിട്ട് സൈറ്റാനിലെ വെബ് സീരീസിലെ ആ കഥാപാത്രമൊക്കെ ആയാലും അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥിരം സെൻറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമോഷണൽ കഥാപാത്രങ്ങൾ നിങ്ങൾ തന്നെ എനിക്ക് സെൻറ്റി അല്ലാത്തൊരു സാധനം തരാൻ പറയൂ ബാക്കിയുള്ളവരോട്. വാട്ട് ഇസ് ദിസ്? ഒരു സ്റ്റീരിയോടിപ്പിസം എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നത് എല്ലാം ശല്യോ കരഞ്ഞു ചെയ്യും. എന്നെ വേറൊരു കഥാപാത്രത്തിലോട് വിളിക്കൂ. ഇതിന് ആക്ച്വലി ലുക്കും ഡിഫറെൻ്റ് ആണ്. ശരൺ സർ, സിനിമയുടെ പോസ്റ്ററിൽ UA 13+ എന്ന് കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് UA 13+? അല്ലെ എന്താണത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്? ഒരു സർട്ടിഫിക്കേഷൻ്റെ കാറ്റഗറീസ് ആണല്ലോ. ഇപ്പം UA എന്ന് പറയുമ്പോൾ പാരൻ്റൽ ഗൈഡൻസോട് കാണേണ്ട സിനിമകളാണ്. U എന്ന് പറഞ്ഞാൽ പാരൻ്റൽ ഗൈഡൻസ് ഇല്ലാതെ എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെയുള്ള ആ കാറ്റഗറീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു സീൻ പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. സീൻ പറഞ്ഞു കൊടുക്കുക മനസ്സിലായല്ലോ. അല്ല അത് തന്നെ, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് എന്നാണ്. നല്ല ചോദ്യം. ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് തന്നെ അത് ആ സിനിമയുടെ ഉള്ളിലൊരു ഒരു ഡയറക്ടർ നിങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിലുണ്ട്.
നാരായണൻ്റെ മൂന്നാൾമക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതെ USB എന്ന് പറയുന്നത് ഇദ്ദേഹം അതാ പറഞ്ഞത്, ഇദ്ദേഹം നല്ല ഡയറക്ടറാണ്, നല്ല റൈറ്ററുമാണ്. അപ്പം നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. ശരൺ സർ, ഇവിടെ ഈ മൂവിയുടെ ഒരു ഓവറോൾ ജോണർ നോക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ താങ്കളൊരു ഡെബ്യൂ ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ ഇതിനു മുമ്പ് പല സിനിമകളിൽ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടാവും. ലൈക്ക് അപ്പോൾ അങ്ങനെ നമുക്കൊരു റെഫറൻസ് എടുത്ത സിനിമകൾ നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമ ലൈക്ക് മലയാള പഴയ സിനിമകൾ കുറേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഏതാണ് താങ്കൾ ഈ ഒരു നാരായണീൻ്റെ മൂന്നാൺമക്കളിലേക്ക് എത്താൻ തോന്നിച്ച സിനിമകൾ ഏതായിരിക്കും? ലൈക്ക് ഇപ്പം ഇത് അതിൻ്റെ ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എന്തായിരിക്കും കൺവിൻസ് ചെയ്തത് ഈ മൂവിയാണ് എനിക്ക് ഏറ്റവും കൺവിൻസ്ഡ് ആയത് ഇതിലേക്ക് എത്താൻ എന്ന് തോന്നിയ ഏതെങ്കിലും മൂവി ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മൂവി ഇല്ല. ഇറ്റ്സ് യുവർ ഓൺ ലൈക്ക് ഇത് സ്വന്തമായിട്ടുള്ള ഒരു പുതിയ സംഭവമാണ്. ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞ ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ലൊരു പാൽ സർബത്ത് കുടിക്കുന്ന എഫക്റ്റ് കിട്ടുന്ന സാധനം എന്നുള്ളതാണ്. അല്ല, അത് രണ്ടും രണ്ട് ചോദ്യമായിരുന്നു. പുതിയതായിട്ടുള്ള ഒരു സാധനങ്ങളുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അങ്ങനെ ഒരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടതുകൊണ്ടാണ് ഇത് വന്നതെന്നില്ല. ഞാൻ പാസ്റ്റിൽ കണ്ട എല്ലാ സിനിമകളും അതിൻ്റെ എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കാണുമല്ലോ. അങ്ങനെ ഒരുപാട് സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആസ് എ ഫിലിം മേക്കർ. പക്ഷേ ഇതിനൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഒരു ഫാമിലി ജോണർ മാത്രം, ഒരു ഫാമിലി ആക്സെപ്റ്റ് ഇത് ഒരു ആസ് എ റൈറ്റർ, ആസ് എ ഫിലിം മേക്കർ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഫാമിലി ഡ്രാമ, ഒരു പക്ക ഫാമിലി ഡ്രാമയാണ്. ഈ നാരായണന്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന സിനിമ പോലുള്ള ഇപ്പോൾ KG ജോർജ് സാറിന്റെ ഇരകൾ പോലുള്ള കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ വില്ലന്മാര് അവർ തന്നെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇന്നത്തെ ജനറേഷനിൽ ഈ പറയുന്ന പാരന്റിന് അടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്നും നമ്മൾ തനത് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഈ സിനിമകൾ വരുന്നത് എത്രത്തോളം അതിനെങ്ങനെ അല്ല ഗുണകരമല്ല അല്ലെ ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ നമുക്കിപ്പോ അതിനൊരു ടെംപ്ലേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക്. ഒരു വില്ലൻ, ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക, ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് നാരായണന്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചർച്ചയാവണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പഴയ സിനിമകൾ നമ്മൾ നോക്കി കാണുമ്പോൾ തന്നെ KG സാറിന്റെ സിനിമകളായാലും സാറിന്റെ സിനിമകളായാലും അന്നത് ഹിറ്റായില്ലെങ്കിൽ പോലും ഇന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഒരു രീതിയിൽ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്ന സിനിമയാണോ നാരായണന്റെ ആൺമക്കൾ എന്ന് പറയുന്നത്? ഒരു സംശയമില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോർജ് സാറിൻ്റെയും അടൂർ സാറിൻ്റെയും പത്മരാജ സാറിൻ്റെയും പലർ സാറിൻ്റെയും സിനിമ പോലെ കാലാതീതമായിരിക്കും നാരായണീൻ്റെ ആൺമക്കളും. ഒരു സംശയമില്ല. അത് ശരണന് ദൈവം കൊടുത്ത ഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടാവണം. നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും, പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും, ഒരു സംശയമില്ല. അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനെ ഒരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മുട്ടായി വിടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ്. ജോജു എന്നോട് വളരെ വ്യക്തിപരമായി സ്വകാര്യമായും പറയുന്ന എൻ്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം, പക്ഷേ എനിക്ക് സ്നേഹം തോന്നിയ ഒറ്റ വാക്കേ ഉള്ളൂ: നിങ്ങളുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കരുത്. അത് ഞാൻ ഉപേക്ഷിക്കില്ല. ഞാൻ എൻ്റെ ദുശീലം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അതെൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചോളൂ. എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത്? എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അരിഞ്ഞു കളയേണ്ടത്? എൻ്റെ നാവ് എറിയേണ്ടത്, എൻ്റെ കഴുത്തെറിഞ്ഞു കളയേണ്ടത്, എൻ്റെ കാലിൻ്റെ ചങ്ങലക്കിടേണ്ടത്? അങ്ങനെ ഇടേണ്ടതല്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കലാകാരൻ ശവബോഡിയാണ്. ആദ്യം പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞത്, ബാക്കി ഞാൻ പറഞ്ഞതാണ്. എനിക്കറിയാം ഇത് വിൽക്കാനിരിക്കലാണെന്ന്. എനിക്ക് ദുശീലമുണ്ട്. ആർക്കാണ് ഇല്ലാത്തെന്ന് പറ. സത്യസന്ധമായിട്ട് കൈ ഉയർത്തി പറയാൻ പറ്റുന്നവരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എല്ലാവർക്കും ഓരോ ദശയിലെങ്കിലും കാണും. സിഗരറ്റ് വലിക്കാത്തവരാരില്ലാത്ത ഇവിടെ
ആ ഇനി ചോദ്യങ്ങൾ ചോദിച്ചാൽ കലാകാരൻ എന്ന നിലയിൽ നിലപാടുകൾ ഉണ്ടാവാൻ സ്വന്തം രാഷ്ട്രീയം ഉണ്ടാവണം. പക്ഷേ ആ രാഷ്ട്രീയം നമ്മൾ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ. ആ എതിർപ്പുകൾ നേരിടുക എന്നുള്ള ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാം, നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാം. അതിലെപ്പോഴും റിഗ്രറ്റ് ഉണ്ടോ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൽ സ്നാപകയോഹന്നാനാണ്. സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപകയോഹന്നാനെ ആദരിക്കുന്ന ഒരുത്തളാണ്. യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു. പത്രോസ് ഗുരുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞവനായിരുന്നു. യൂദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തവനായിരുന്നു. എനിക്ക് യൂദാസിനെയാണ് ബഹുമാനം. പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ് നാരായണീൻ്റെ 3 ആൺമക്കളും പറയുന്നത്. പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല, പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്കിഷ്ടം. ഒരുപാടുണ്ട്, സംശയമില്ലല്ലോ. നിങ്ങളുടെ ഈ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇടതും വലതും ഇരിക്കുന്നവർ ആരൊക്കെയാണ് മിത്രമാണെന്ന് ശത്രുവാണെന്ന് അറിയാമോ? എവിടെ നിന്ന് കുത്തു വരുമെന്ന് അറിയാമോ? ആ ശരണ്യൻ ഇനിയിപ്പോൾ എത്ര കുത്തു കിട്ടാൻ പോണെന്ന് ദൈവത്തിനറിയാം. ശരൺ സാർ, ഇപ്പോൾ നേരത്തെ KG ജോർജ് സാറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ലോഹിതദാസ് സാറാണെങ്കിലും പത്മരാജൻ സാറാണെങ്കിലും ഈ വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിലും ഒക്കെ അവരുടെ കൃതികളിലൊക്കെ ചുറ്റുപാടുകൾ, അവർ ജീവിച്ച ജീവിതാനുഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പം MT സാർ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്, എൻ്റെ ചുറ്റുപാടുകളാണ് എൻ്റെ കഥയിലൂടെ കൂടുതലും വരിക, അതാണ് എനിക്ക് കംഫർട്ടബിൾ എന്നുള്ളത്. മറ്റൊരു ലോകം തേടി അവർ പോയിട്ടില്ല, പക്ഷെ അതിൽ തന്നെ അവർ വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം ശരൺ സാർ ആദ്യ സിനിമയിൽ വരുമ്പോൾ തന്നെ ചുറ്റുപാടുകൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ മഹാരഥന്മാരുടെ പാത എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള ഓരോ സിനിമകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ, അതോ ഈ ജോണറിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ജോണർ ഷിഫ്റ്റ് ചെയ്യാൻ, അടുത്തത് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ആദ്യ സിനിമ സ്വന്തം ചുറ്റുപാടുകൾ തിരഞ്ഞെടുത്തത്? അങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യേണ്ടത്? സ്വന്തം ചുറ്റുപാടൊന്നുമല്ല, പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ജോജി ചേട്ടാ, ഒരു ചോദ്യം കൂടി. നമ്മുടെ ജോബി ജോസ് സാറ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരുപാട് മാസ് കൊമേഴ്ഷ്യൽ സിനിമകൾ എടുക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് മമ്മൂക്ക പടങ്ങൾ. ഇപ്പോൾ രാഹുൽ രാജേട്ടനൊക്കെ ഒരുപാട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് വേണ്ടി. ജോസഫ് സിനിമ കണ്ടിട്ട് മമ്മൂക്ക അയച്ചൊരു മെസ്സേജിനെ കുറിച്ച് ജോജി ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കൊള്ളാം പടവും നടിപ്പും എന്ന് പറഞ്ഞ ഒരു മെസ്സേജ്. നിങ്ങൾ രണ്ടുപേരും കൂടി, അതായത് മമ്മൂക്കയും ജോജു ചേട്ടനും ഒന്നിക്കുന്ന ഒരു മാസ് പടം വരുമോ? എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഗുഡ്വിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു പടം വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആര് പ്രൊഡ്യൂസ് ചെയ്താലും കുഴപ്പമില്ല, നടന്നാൽ സന്തോഷം, നല്ലതല്ലേ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ. ഒരു ഓഫർ പോലും അങ്ങനെ വന്നിട്ടില്ല, കഥകളൊന്നും വന്നിട്ടില്ല? ഇല്ല. ശരിയായാൽ മതിയായിരുന്നു, കാരണം ഞാനും അത് കാത്തിരിക്കുകയാണ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു രാജുചേട്ടൻ്റെ മകൻ അങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. പേഴ്സണലി അറിയത്തില്ല, ബട്ട് ഹോപ്പിംഗ്. കാരണം ഇപ്പോഴും അത് ന്യൂ ഇയർ ആയിക്കഴിഞ്ഞാൽ വാസ്കോഡ ഗാമയൊക്കെ അല്ലെങ്കിൽ തലയും ഒക്കെ ഇപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം. അപ്പോൾ റീ റിലീസ് ചെയ്യട്ടെ, അടിപൊളിയാട്ടെ. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരുപാട് മാസ് പടങ്ങൾ, ഒരുപാട് ആക്ഷൻ പടങ്ങൾ കാണുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. പക്ഷേ ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞ മാതിരി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ഒരു രീതിയിലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഉള്ളൊരു ചെറിയ കുടുംബ സിനിമ എന്നതിനെ വിളിക്കാം. അപ്പോൾ തന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാസ് സിനിമകൾ, ഒരുപാട് ആക്ഷൻ സിനിമകളുടെ ഇടയിൽ
തീർച്ചയായിട്ടും ആളുകൾക്ക് ഇങ്ങനെയൊരു സിനിമ കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പോകണം, കാണണം, സിനിമ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ വിശ്വാസം. വളരെ തുറന്ന പുസ്തകം പോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഈ വേദിയിൽ തന്നെ കുറെ കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ചിന്തിക്കാറുണ്ട് ഇത്രയധികം ഓപ്പൺ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കണം എന്നൊക്കെ. ഞാൻ കുമ്പസാര കൂട്ടിലല്ലല്ലോ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിലല്ലേ ഇരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾ എന്നെപ്പോലെ തുറന്ന് സംസാരിക്കും, നിങ്ങൾ കള്ളത്തരങ്ങൾ പറയരുത്. അലൻസിയറേട്ടാ, നേരത്തെ പറഞ്ഞായിരുന്നു രാഷ്ട്രീയം വിടരുതെന്ന് ജോജി ചേട്ടൻ പറഞ്ഞു എന്ന്. ഒരു സംശയം, എന്താണ് അലൻസിയർ ചേട്ടന്റെ രാഷ്ട്രീയം? എൻ്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല. ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ്. അപ്പോ ഇടതുപക്ഷവും പാർട്ടിയും രണ്ടാണോ? ഇപ്പോൾ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയുമോ? നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു. എനിക്ക് മുമ്പേ വരെ ടിക്കറ്റ് തന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, തുറന്ന പുസ്തകം പോലെ പറയുകയാണ്, എനിക്ക് ₹1 ശമ്പളം കിട്ടിയില്ല. 5 സ്റ്റാർ ഹോട്ടലിലെ താമസം തന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിലിരിക്കണം. തമാശയാണ്. ഇനി തമിഴിൽ എനിക്ക് വേഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട്. ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ്. അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കയറിറങ്ങണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ജഡ്ജി വേഷം കെട്ടി ചേംബറിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ്, അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ്. അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ്. എനിക്ക് എൻ്റെ ഷോട്ടില്ല, എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം. ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത്. ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്തു. അദ്ദേഹം ഒരു സ്റ്റൈലിഷ് ആക്ടിങ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസാണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം. ജഡ്ജി ഞെട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിഷ് ആക്ടിങ്ങും അറിയില്ല, ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല. നമ്മളിങ്ങനെ ഈ ദിലീഷ് ബോധൻ്റെ കൂടെയും ശരണിൻ്റെ കൂടെയും രാജീവ് രവിയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് നാളെ നല്ല വാർത്തയാണ്. എന്താ അപ്പനിൽ മോശമാണോ? ഇത് ചതുരത്തിൽ മോശമാണോ? നിങ്ങൾ നാരായണൻ്റെ മക്കൾ കണ്ടു നോക്കൂ. നാളെ നിങ്ങൾ ഈ തമിഴിൽ എൻ്റെ വേഷമില്ലാതൊക്കെ കളയരുത് കേട്ടോ. ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എനിക്ക് കിട്ടേണ്ട എനിക്ക് കിട്ടും. ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ടത് ചോദിക്കും. ആ പണി കിട്ടേണ്ടോ പണി കിട്ടും. ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. അച്ഛൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അച്ഛനെ കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു. അപ്പം ഒരു റിലേഷൻ ഒരു വാല്യൂ ഇല്ല. ഒരു എന്താ പറയാ, അത് എന്തും ആകാശത്തിന്റെ ഒരു ലെവലിലേക്ക് ആയി ബന്ധം. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മക്കള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും. മുറി അങ്ങ് ലോക്ക് ചെയ്യും. അറ്റാച്ച്മെൻ്റ് ഇല്ല. പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡായി. അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഞാൻ വളരെ പേഴ്സണലി പറയാണ്, എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ
റോഡ് ക്രോസ് ചെയ്യാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും. അവർ റോഡ് മറികടത്തി കൊണ്ടുവരാൻ. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട്. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം. അതുതന്നെയാണ് നാരായണൻ്റെ മക്കളും. എത്രയോ അകലങ്ങളിലാണ് നാരായണൻ്റെ മക്കൾ. ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ്. അത് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കാനൊരു സംഘടനയുണ്ട്. പുരുഷന്മാരെ ഒരു മെൻസ് അസോസിയേഷൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തനം പ്രോപ്പറായിട്ടല്ല വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു സംഘടന കൃത്യമായിട്ട് ഉണ്ടാവണം. അതിന് കൃത്യ ഒരു കേസ് വന്നാൽ അതിന് കൃത്യമായ പെണ്ണായാലും ആണായാലും ഒരേപോലെ ആയിരിക്കണം, നീതി ഒരുപോലെ ആയിരിക്കണം. എല്ലാവർക്കും തുല്യ നീതി വേണം. ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം. എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല? ആണും പെണ്ണും ഉണ്ടെങ്കിലേ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ. ആകാശത്തു നിന്ന് മഴ പെയ്താലേ ഭൂമിയിൽ പിന്നെ ഉർവരത മാറൂ, മരുഭൂമി ഇല്ലാതാവും. അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേഘമാണ്. അപ്പോൾ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനെനിക്ക് യാതൊരു സങ്കോചവുമില്ല അത് പറയുന്നതിനകത്ത്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു അവകാശമല്ല, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. ആണിനും മാത്രമായിട്ട് അവകാശം എന്നല്ല ഞാൻ പറയുന്നത്, ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. അത് ഈ സിനിമ സംസാരിക്കും നിങ്ങളോട്. നാരായണൻ്റെ 3 ആൺമക്കൾ. നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണൻ്റെ 3 ആൺമക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജോണർ സിനിമകളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു സിനിമയാണ്. അതിലൊപ്പം തന്നെ നല്ല ശരൺ ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയറായിട്ട് വന്ന ഒരു പടം ചെയ്യുകയാണ്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുത്തുള്ള ഒരു എക്സ്ട്രാ എഫേർട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പടം ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം വയലൻറ്റ് സിനിമകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രേക്ഷകർ തന്നെ എന്നോട് തന്നെ പറയാറുണ്ട്, നിങ്ങൾ കുറച്ച് പ്രേമിക്കണ പടം അഭിനയിക്കൂ, അങ്ങനെ പടങ്ങൾ വരുന്നതാണ് നമുക്കും ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പടം ഇപ്പോൾ വരുന്നതിൽ വളരെ സന്തോഷം. അത് തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും, ഒരു സംശയമില്ല. വളരെ നല്ല സിനിമയാണത്. ഞാൻ ഉണ്ടാവും. താങ്ക് യു.